എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ SS ചാപ്റ്റേഴ്സാണ്. ഇന്നിത് ലാസ്റ്റ് ചാപ്റ്ററാണ്, 11ാമത്തെ ചാപ്റ്ററാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. 11ാമത്തെ പാഠം എന്താണ്? നിയമവും സമൂഹവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഫസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടിരുന്നാൽ മതി. ഒരു ഇൻട്രൊഡക്ഷനാണ്. കുട്ടികൾ ചേർന്നുള്ള കുളങ്കരയും ബാക്കി അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത പേജാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്ത പേജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നിയമം എന്നാണ് നോക്കുന്നത്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിയമം? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമമെന്ന് പറയുന്നത്. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങളെന്ന് പറയുന്നത്. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം പൊതു താൽപ്പര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. അടുത്തെന്താണ്? നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അപ്പം നിയമങ്ങൾ പാലിക്കാതിരിക്കുമ്പോൾ എന്തുണ്ടാവും? സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. നിയമങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. ഒന്ന്, സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമം. അപ്പോൾ സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളുണ്ട്. വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങളും ഉണ്ട്. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. സാമൂഹിക വഴക്കങ്ങൾ എന്താണ്? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങളോ മനോഭാവങ്ങളോ പെരുമാറ്റങ്ങളോ എന്നിവയുടെ അലിഖിതമായ എന്ന് വെച്ചാൽ എഴുതപ്പെടാത്ത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങളെന്ന് പറയുന്നത്. നോക്കാം. ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു ഇവ എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കുകയോ ചെയ്തിട്ടുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണ്? ഗതാഗത നിയമങ്ങളുണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളുണ്ട്, ബാലാവകാശ നിയമങ്ങൾ ഉണ്ട്. ഈ നിയമം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ എന്താണ്? ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കപ്പെടുന്നത്. ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജന അഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിർമ്മിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായങ്ങൾ മാത്രമല്ല, പൊതുജന അഭിപ്രായങ്ങളും കൂടി കണക്കിലെടുത്താണ് എന്ത് ചെയ്യുന്നത്? നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകൾ കൂടിയും നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? രൂപപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റും കേരള നിയമസഭയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത്
ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് എന്ത് പറയുന്നത്? രാഷ്ട്രമെന്ന് പറയുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളെന്ന് പറയുന്നത്. അടുത്ത് വന്നിട്ട് കുറേ സിമ്പിൾസാണ് കൊടുത്തേക്കുന്നത്. എന്താണതിൽ? അടയാളങ്ങൾ. ഇത്തരം അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ്. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ. അപ്പോൾ റോഡ് ഗതാഗതം സുഗമമാക്കാനും അപകടമില്ലാതാക്കാനും ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് എന്ത് പറയുന്നത്? റോഡ് സുരക്ഷാ നിയമങ്ങളെന്ന് പറയുന്നത്. കാൽനട യാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? ഈ നിയമങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണ്. നോ പാർക്കിംഗ് ഉണ്ട്. പിന്നെന്താണ്? കാൽനട, ഇതുവഴി കാൽനട പാടില്ല. പിന്നെ വാഹനങ്ങളിലെ സൈക്കിൾ കൊടുത്തിട്ട് ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ട്, സ്കൂളിൻ്റെത് കൊടുത്തിട്ടുണ്ട്, സീബ്ര ക്രോസിംഗ് കൊടുത്തിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ്, പിന്നെ ഹോണ്, ഹെൽമറ്റ്, റെയിൽവേ ക്രോസ്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കാം. നിയമങ്ങൾ പാലിക്കാൻ എന്താണ്? എല്ലാവരും ബാധ്യസ്ഥരാണ്. ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. കാൽനട യാത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ രാജ്യത്ത് വാഹന ഗതാഗതം റോഡിൻ്റെ ഇടതുവശത്തു കൂടിയാണ്. റോഡിൻ്റെ വലതുവശം ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഇടതുവശത്തു കൂടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നാം കാണില്ല. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. റോഡിൻ്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക. നടപ്പാതകളില്ലെങ്കിൽ റോഡിൻ്റെ വലതുവശം ചേർന്ന് മാത്രം നടക്കുക. 2 പേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കരുത്. കാൽനട യാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കാൽനട യാത്ര എന്ത് ചെയ്യാൻ പാടില്ല. മൊബൈൽ ഫോൺ, ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കാനായിട്ട് പാടില്ല. ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങളില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം റോഡ് മുറിച്ച് കടക്കുക. സീബ്ര ക്രോസിങ്ങിനുള്ള സ്ഥലങ്ങളിൽ അതിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക. സിഗ്നൽ ഉള്ള ഇടങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് കടന്നു പോകാനുള്ള പച്ച വെളിച്ചം തെളിയുന്നതുവരെ കാത്തു നിൽക്കുക. കാൽനട യാത്രക്കാർക്കായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മേൽപ്പാലങ്ങൾ, സ്കൈ വാക്ക്, ഭൂഗർഭ പാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. അടുത്തത് നിയമവും സൈബർ ലോകവും. എന്താണ്? സൈബർ തട്ടിപ്പ്. വിദേശ പൗരൻ അറസ്റ്റിൽ. ഓൺലൈൻ ഇടപാട് നടത്തുന്നവർക്ക് ലക്കി കൂപ്പൺ അയച്ച് തട്ടിപ്പ്. ജാഗ്രത പാലിക്കുക. വീഡിയോ കോളിലും വ്യാജൻ. സുഹൃത്തിൻ്റെ മുഖം കാണിച്ച് പണം തട്ടി. വ്യാജ സാമൂഹിക മാധ്യമ പ്രൊഫൈൽ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ്. ഇതൊക്കെ സാമ്പത്തിക തട്ടിപ്പ്, സൈബർ കുറ്റകൃത്യങ്ങളിലുള്ളതാണ്. വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് എന്ത് പറയുന്ന? വിവരസാങ്കേതിക നിയമം 2000. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നവർക്ക് എന്താണ്? വിവരസാങ്കേതിക വിദ്യാ നിയമപ്രകാരം കർശനമായ ശിക്ഷ എന്ത് ചെയ്യുന്നു? വ്യവസ്ഥ ചെയ്യുന്നു. അടുത്ത് നോക്കാം. ഇൻ്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവരസാങ്കേതിക വിദ്യ നിയമം 2000 എന്ന് പറയുന്നത്. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പലതരത്തിലുള്ള നിയമങ്ങൾ നിലവിലുണ്ട് അല്ലെ? ഗതാഗത നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ തുടങ്ങിയ സമൂഹത്തിലെ പൊതുവായ സുരക്ഷ മുൻനിർത്തിയുള്ളവയാണ്. അപ്പോൾ ഗതാഗത നിയമങ്ങളും സൈബർ നിയമങ്ങളും ഒക്കെ സമൂഹത്തിൻ്റെ പൊതുവായ സുരക്ഷ മുൻനിർത്തിയുള്ള നിയമങ്ങളാണ്. എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥം ഉള്ളവയാണ്. അതെന്താണ്? കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളുണ്ട്. ഇതൊക്കെ ബാലവേല നിരോധന നിയമം അതുപോലുള്ള. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നിലവിലുണ്ട്. ഒന്നാമത്തെ എന്താണ്? ബാലവേല നിരോധന നിയമം 1986. ബാലവേല നിരോധന നിയമം 1986 എന്താണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിർത്തുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന നിയമമാണ് ബാലവേല നിരോധന നിയമം എന്ന് പറയുന്നത്.
അടുത്ത നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അടുത്തത് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നു. അടുത്തത് ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അടുത്ത നോക്കൂ, November 20 എന്താണ്? ലോക ബാലാവകാശ സംരക്ഷണ ദിനം. June 12 ബാലവേല വിരുദ്ധ ദിനം. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1098. കുട്ടികൾക്കെതിരെയുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ കണ്ടാലോ ബാലവേലയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ബന്ധപ്പെടണം? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 നമ്മൾ ബന്ധപ്പെടേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം 2009, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, ബാലനീതി നിയമം 2015. അടുത്ത നോക്കാം. അടുത്ത എന്താണ്? പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ലിംഗ പദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അവിടെ നോക്കാം, നിയമവാഴ്ച എന്താണ്? നിയമവാഴ്ച വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും എന്താണ്? തുല്യരാണ്. നിയമം ഉറപ്പു നൽകുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. അപ്പോൾ നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തെയാണ് എന്ത് പറയുന്നത്? നിയമവാഴ്ച എന്ന് പറയുന്നതിൽ. പോക്സോ ആക്ട് 2012, പോക്സോ ആക്ട് 2012 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കി വച്ചേക്കുക. അടുത്തത് തർക്ക പരിഹാര സംവിധാനങ്ങളാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താനും അവയ്ക്ക് പരിഹാരം കാണാനും നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ സംവിധാനങ്ങളാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജാഗ്രഹ സമിതികൾ, അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തർക്ക പരിഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത് നോക്കാം, ക്രമസമാധാന പാലനമാണ് പോലീസിൻ്റെ ചുമതല. പോലീസിൻ്റെ ചുമതല എന്താണ്? ക്രമസമാധാന പാലനം. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുള്ള അധികാരം കോടതിക്കാണ്. അപ്പോൾ ക്രമസമാധാനം പോലീസിൻ്റെ ചുമതലയാണെങ്കിൽ തർക്കം പരിഹരിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ആരാണ്? കോടതിയാണ്. സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്. നമുക്ക് സുപ്രീം കോടതി എന്താണ്? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി, ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഹൈക്കോടതി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി, എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന വരുന്നത്. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. അപ്പം നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ഈ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു സാമൂഹിക ജീവിതം സാധ്യമാവുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി, കേരള ഹൈക്കോടതി നോക്കി വെച്ചേക്കുക. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് ഏത്? സുപ്രീം കോടതി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് കേരള ഹൈക്കോടതി. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇതോടുകൂടി 5ാം ക്ലാസ്സിലെ SS
എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ബേസിക് സയൻസ് ആണ് തുടങ്ങാൻ പോകുന്നത്, അടിസ്ഥാന ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇനി വരുന്ന ദിവസങ്ങൾ നോക്കാൻ പോകുന്നത്. ഒന്നുകൂടെ പറയുകയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ, പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.